എല്ലാവർക്കും cookwithrini സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റും മോയിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആണ്. അപ്പോൾ മൈദ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. പിന്നെ ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ബീറ്ററോ അല്ലെങ്കിൽ മിക്സിയോ ഒന്നും വേണ്ട ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഒരു തടിത്തവിയോ വിസ്കോ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഇതിനെ മിക്സിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്തവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഞാൻ പക്ഷേ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഓവൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതിയാണ്. ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് ഇതിനു മുമ്പ് പല വീഡിയോസിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് കേക്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ ചേർക്കണം. 2.5 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഒരു ഫോർക്കോ സ്പൂണോ വിസ്കോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ തരികളുണ്ട്. അപ്പം നമ്മളിതിനി ഒന്നുകൂടെ അരിച്ചിട്ടാണ് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ആ തരികളും ഒന്ന് മാറിക്കിട്ടിക്കോളും. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 80 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പം കണ്ടൻസ്ഡ് മിൽക്കിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് കുറച്ചൊരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് ഇവിടെ എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഞാനത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ തരികളുള്ള പഞ്ചസാരയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ കണ്ടൻസ്ഡ് മിൽക്കിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം വിനാഗിരിയാണ്, സാധാരണ നമ്മുടെ വൈറ്റ് വിനേഗർ. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂണോളം വാനില എസൻസ് ആണ്. അപ്പോൾ അതും ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പാലാണ്. അപ്പം 1/2 കപ്പ് പാല് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ചിലപ്പോൾ വേണ്ടി വരും. അത് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അതും അങ്ങ് മാറും. ഒപ്പം നല്ല ഈവനായിട്ടൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വേണം ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, കൊക്കോ പൗഡറിൻ്റെ ഒക്കെ കുറച്ചൊരു തരിയുണ്ട്. അത് ജസ്റ്റ് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞ് ഇതിലേക്ക് ചേർന്നോളും. ഇനി മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം വിസ്ക് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു തടിത്തവിയോ അല്ലെങ്കിൽ സാധാരണ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം നനവുള്ളതൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഗോതമ്പ് പൊടിയുടെ മിക്സ് അതിലേക്ക് യോജിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പം ഒരുപാടങ്ങ് ഓവർ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ മെല്ലെ തന്നെ ഒരേ ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചേർത്തിരുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് യോജിച്ചിട്ടുണ്ടെന്നും ഒന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പം ഏകദേശം ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ അറിയാം, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആക്കണം നമ്മുടെ മാവ്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം പാല് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യത്തെ ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. മുഴുവൻ ഞാൻ 4 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നത്.
4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ബേക്കിംഗ് ടിൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റും ബട്ടറൊക്കെ തൂത്തിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും കുറച്ചിങ്ങനെ മേലേക്ക് നിൽക്കുന്നത് പോലെയാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. ബേക്ക് ആയി കഴിയുമ്പോൾ കേക്ക് പുറത്തേക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാറ്ററൊക്കെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ബാറ്റർ ഈവനായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡും ആവും. അതുപോലെ തന്നെ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. കൺവെക്ഷൻ ഓവനാണ്. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് ടിൻ വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ തന്നെ 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ബേക്കിംഗ് ടിന്നിനാണ് ആ ഒരു ടൈം. നിങ്ങളെടുക്കുന്ന ബേക്കിംഗ് ടിന്നിനും അതുപോലെ തന്നെ ഓവനും ഒക്കെ അനുസരിച്ചിട്ട് ഈ ബേക്കിംഗ് ടൈമിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ ഈ ബേക്കിംഗ് ടിന്നിൻ്റെ സൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതാ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതും. ഇതാ ഇതുപോലൊരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് 40 മിനിറ്റോളം എടുത്തു ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കണ്ടോ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടെക്സ്ചറുമാണ്. വീറ്റ് ആയതുകൊണ്ട് തന്നെ താരതമ്യേന ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവരുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.